ഹായ് വ്യൂവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്രോസ് കട്ട് ബ്ലൗസാണ് കാണിക്കുന്നത്. ഫ്രണ്ട് പീസ് മാത്രമാണ് ക്രോസ് കട്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ബാക്കും സ്ലീവും എല്ലാം തന്നെ നോർമലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസ് മാത്രം ക്രോസ് കട്ടാണ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ചെയ്യണേ. ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു അളവ് ബ്ലൗസ്, നല്ല കറക്റ്റായിട്ടുള്ള ഒരു അളവ് ബ്ലൗസ് എടുത്ത് ആ അളവ് ബ്ലൗസിൻ്റെ നെഞ്ച് വണ്ണം എത്രയാണെന്ന് ഞാൻ ഈ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് അളന്ന് നെഞ്ച് വണ്ണം കണക്കാക്കണം. ഞാൻ ഈ ചെയ്ത മെത്തേഡിൽ തന്നെ നെഞ്ച് വണ്ണം എടുക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടാൻ എളുപ്പമായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ അളന്നപ്പോൾ എനിക്ക് 41 ഇഞ്ച് വണ്ണമാണ് ബ്ലൗസിന് ഉണ്ടായിരുന്നത്. അപ്പോൾ 41ൻ്റെ 4/1 10/4 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 11/4. ഞാൻ 11.5 ആയിട്ട് 1 മീറ്റർ തുണി 11.5 ഇഞ്ച് അളന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. 11.5 ഞാൻ എടുത്തിട്ടുണ്ട്. 11.4 ആവശ്യമുള്ളൂ, പക്ഷേ 11.5 എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് ബാക്ക് ഇറക്കം, ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കം ആണ്, ബാക്ക് പാർട്ടാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് ഇറക്കം എത്രയുണ്ടെന്ന് നോക്കുക. എനിക്ക് അളവ് ബ്ലൗസിൽ നിന്നും 15.5 ഇറക്കം കിട്ടിയത്. അതിനോടുകൂടി 1 ഇഞ്ചും കൂടി ചേർത്ത് 16.5 ഇഞ്ചിൽ ബാക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കഴുത്തകലം എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും. ഞാനിപ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലമാണ് എടുക്കുന്നത്. എന്നിട്ട് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഈ ഇതുപോലെ ബ്ലൗസ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് ബ്ലൗസിൽ റൗണ്ട് കഴുത്താണ്, ഞാനിപ്പോൾ സ്ക്വയർ കഴുത്താണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ 2.5 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ താഴ്ഭാഗത്തും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒരു സ്ക്വയർ ആക്കി എടുക്കുമ്പോൾ സ്ക്വയർ കഴുത്തായി. അതുപോലെ തന്നെ അങ്ങനെ തന്നെ വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്വയറായി സ്ക്വയർ കഴുത്തിട്ട് ആണ് വെട്ടിയെടുക്കുന്നത്. ഇനി ഷോൾഡർ കഴുത്തകലം മാർക്ക് ചെയ്തതിൽ നിന്നും 4 ഇഞ്ച്, അവിടെ നിന്നും 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യും. എന്നിട്ട് ഒരു 3.5 ഇഞ്ച് കൈക്കുഴി. ഇത് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞാൻ കറക്റ്റ് ചെയ്ത് ആണ് കൈ തയ്ച്ച് പിടിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശ അളവിലാണ് ഒരു 3.5 ഇഞ്ച് ഞാൻ വെട്ടിയെടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള അളവല്ല, അത് ബ്ലൗസ് തയ്ക്കുന്ന നേരത്ത് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. അത് കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഇതിപ്പോൾ ഒരു ഏകദേശ രൂപത്തിലാണ് ഇപ്പോൾ വെട്ടിയെടുക്കുന്നത്. കഴുത്തൊന്നും ഒന്നും ചെയ്യൂല. കൈക്കുഴി ബ്ലൗസിൻ്റെ വണ്ണവും എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് കൈക്കുഴി, ബ്ലൗസിൽ എത്രയാണോ കൈക്കുഴി ഉള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം. ബാക്ക് പീസ് വെട്ടിയെടുക്കുക. കഴുത്തും ഇതുപോലെ ചതുരത്തിൽ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് എൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് വച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കുന്നത്. അത് നമ്മൾ ബാക്ക് മടക്കി ഇട്ടതിനേക്കാൾ കുറച്ചും കൂടി വീതിക്ക് വേണം ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് മടക്കിയിടാൻ. കുറച്ച് കൂടുതൽ വീതിക്ക് ഇട്ടോളണം, എങ്കിൽ മാത്രമേ അത് വെട്ടിയെടുക്കുമ്പോൾ തികയുള്ളൂ. എൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഫുള്ളുള്ള ഇറക്കമല്ല, നമ്മൾ ആ പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗം വരെയുള്ള ഇറക്കം ആണ് ഞാനിപ്പോൾ അളന്നെടുത്തത്. അത് 12 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. 12. അപ്പോൾ 12ൻ്റെ കൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് ബാക്ക് പാർട്ട് എടുത്ത് വയ്ക്കേണ്ടത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് കോണ് തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്ത് എങ്ങനെ ആ കഴുത്തും കൈക്കുഴിയെല്ലാം ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ. ഫ്രണ്ട് കഴുത്ത് ചതുരമല്ല വയ്ക്കുന്നത്, റൗണ്ടാണ്. അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ബാക്കി കൈക്കുഴി ഷോൾഡർ എല്ലാം അതിലുള്ളതുപോലെ തന്നെ മാർക്ക് ചെയ്താണ് എടുക്കേണ്ടത്. ബാക്കി സൈഡ് എല്ലാം അതിലുള്ളതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. പിന്നെ കോണ് തിരിച്ചാണ് വച്ചിട്ടുള്ളത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്
ഫ്രണ്ട് പീസ് 12 ഇഞ്ച് ഇറക്കമാണ് ഉണ്ടായിരുന്നത്. അതിനോടുകൂടി 1 ഇഞ്ചും കൂടി ചേർത്ത് 13 ഇഞ്ച് ഇറക്കം പട്ട വരെ, പട്ട കൂടി ചേർത്തല്ല, പട്ടയ്ക്ക് മുകളിലായിട്ട് 13 ഇഞ്ച് ഇറക്കം എടുക്കണം. ഈ ഷോൾഡറിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 13 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ആ ഷേപ്പിന് വേണ്ടി ഫ്രണ്ട് കഴുത്തിൻ്റെ ആ ഭാഗത്ത് നിന്നും ഒരു കഴുത്ത് അടയാളപ്പെടുത്താമേ. അടുത്തത് കഴുത്ത് ഇതുപോലെ ഷോൾഡർ നമ്മൾ വരച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് അതിലേക്ക് വച്ചിട്ട് ഇതുപോലെ ബ്ലൗസ് വച്ചിട്ട് കറക്റ്റ് അളവിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴുത്ത് വെച്ച് ഒന്നും കൂടിയൊക്കെ നോക്കി കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. വെട്ടി കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ടിലെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പട്ട ആ ബെൽറ്റ് അടിക്കുന്ന ഭാഗത്തെ ഷേപ്പിന് വേണ്ടി ഫ്രണ്ട് കഴുത്ത് സൈഡിൻ്റെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ചും സൈഡിലായിട്ട് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഭയങ്കരമായ അളവുകളുടെയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും ബ്ലൗസ്. 13 ഇഞ്ച്. ഇനി ഇത് ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടി കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ഫ്രണ്ടിൻ്റെ ആ വലിയ വീതിയുള്ള ടക്ക് ഉണ്ടല്ലോ, ആ ടക്ക് എടുക്കാനുള്ളതാണ്. 2.5 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് നിന്നും 2.5 ഇഞ്ച് അകത്തേക്ക് കയറ്റി മാർക്ക് ചെയ്തെടുത്തത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് തന്നെ ഫ്രണ്ടിൽ ബെൽറ്റ് വീതിയുള്ള പട്ടയില്ലേ, ആ വീതിയുള്ള പട്ടയ്ക്കും കൂടി അവിടെ നിന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ഇതുപോലെ അളവ് ബ്ലൗസ് വച്ചിട്ട് പട്ടയ്ക്ക് എത്ര വീതിയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 1 ഇഞ്ചോ കൂടുതൽ ഇട്ടിട്ട് വേണമെങ്കിൽ വെട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് രണ്ടാമത് നോക്കിയിട്ട് ബ്ലൗസ് വെച്ച് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അതങ്ങ് തുല്യമായിട്ട് അങ്ങനെ വെട്ടിയെടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കൂടുതലിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് രണ്ടാമത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കറക്റ്റ് അളവിന് എങ്ങനെ വെട്ടിയെടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവ് വന്നു പോയാൽ പിന്നെ ആ ബ്ലൗസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൂടുതലിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇതുപോലെ വെട്ടിയെടുക്കുക. ഇതേ ഷേപ്പിൽ 6 പീസ് നമ്മൾ വെട്ടിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ 6 എന്ന് എഴുതി കാണിച്ചത്. 6 പീസ് വെട്ടിയെടുത്തിട്ട് 2 സൈഡിലും 3 എണ്ണം വീതമാണ് നമ്മൾ പട്ട അടിച്ചെടുക്കേണ്ടത്. ഫ്രണ്ട് പീസിൽ അതിൻ്റെ ടക്ക് എടുക്കാനുള്ള മാർക്കിങ് കൂടി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ ആ അടിഭാഗത്തെ ആ വീതിയുള്ള ടക്കിന് ഒരു 2.5 ഇഞ്ച് അകത്തേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഞാനവിടെ ഒരു കട്ട് കൊടുത്ത് അടയാളപ്പെടുത്തി. അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഹൂക്ക് വട്ടേരെയൊക്കെ വരുന്ന അവിടെയും നടുക്കായിട്ട് ഒരു മാർക്കിങ് കൊടുത്തു. അത് കഴിഞ്ഞ് കൈക്കുഴിയിൽ നടുക്കായിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തു. ആ മാർക്കിങ്ങിൽ പിടിച്ചുകൊണ്ടാണ് താഴത്തെ ആ വലിയ ടക്ക് എടുത്തതിന് ശേഷം അതിലും ഈ മാർക്കിങ്ങിലും കൂടി നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ടാണ് അടുത്ത ഡാട്ട് നമ്മൾ കറക്റ്റാക്കി എടുക്കുന്നത്. ഇത് ബ്ലൗസിൻ്റെ നല്ല വശം ചീത്ത വശം അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചത്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ചിങ് വരും. ഇങ്ങനെയാണ് ഡാട്ടിന് വേണ്ടി ഞാൻ മടക്കി ഇടുന്നത്. ഇതുപോലെ ഇങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അത് കഴിഞ്ഞ് കൈ വെട്ടുന്നതും കൂടി കാണിക്കാം. കൈ 8 ഇഞ്ച് കൈക്കുഴിയാണുള്ളത്. അപ്പോൾ തുണി ഇതുപോലെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ 8 ഇഞ്ച് കൈക്കുഴി ഉണ്ടെങ്കിൽ നമ്മൾ 9 ഇഞ്ച് വീതിയിൽ തുണി മടക്കിയിടണം. മടക്കിയിട്ടിട്ട് എത്രയാണ് കൈയിറക്കം എന്ന് വെച്ചാൽ കൈയിറക്കം ആവശ്യത്തിന് അളന്നെടുക്കുക. അതുപോലെ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അളവ് ബ്ലൗസ് വെച്ചിട്ട് കൈയിറക്കം മാർക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. എനിക്ക് ഈ അളവ് ബ്ലൗസിലുള്ളത് പോലത്തെ കൈയല്ല ഞാനതിൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ മാർക്കിങ് ചെയ്യുകയാണ്. കൈയിറക്കം എനിക്കിപ്പോൾ 11 ഇഞ്ച് കൈയിറക്കമാണ് ഞാൻ ഇടുന്നത്. സൈഡിലോട്ട് ഒരു ചരിച്ചൊരു മാർക്കിങ്ങാണ് കൊടുക്കേണ്ടത്. അതും കൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അളവ് ബ്ലൗസ് വെച്ചിട്ട് സൈഡ് ഒക്കെ അളവ് ബ്ലൗസ് വെച്ചാണ് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്.
ഞാനിപ്പോൾ സൈഡിൽ 8 ഇഞ്ച് കൊടുത്തൊരു ചരിവിന് വേണ്ടി ഒരു 8 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുകയാണ്. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് അളവുകളൊക്കെ നമുക്ക് വരുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അളവ് ബ്ലൗസ് വെച്ച് പിന്നെ കറക്റ്റ് ചെയ്തെടുത്താൽ മതി. വേറെ ഒരു പ്രശ്നവും വരത്തില്ല. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ എല്ലാ പാർട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുത്തിനും ഹൂക്ക് പട്ടയ്ക്കും ഐപ്പട്ടയ്ക്കും വേണ്ടുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയം വെട്ടിയെടുത്താലും മതി. ബാക്ക് പട്ടയ്ക്കുള്ള പീസ് നമുക്കിപ്പോൾ വെട്ടിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കണേ. ബൈ.